واتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله مولانا العظيم. ബഹുമാനികളെ, അല്ലാഹു കുറഞ്ഞ ദിവസം ബാക്കിയുള്ളൂ. ആ റമദാനിക്ക് ശേഷം നമ്മൾക്ക് നിസ്കാരത്തിൽ പല ഹലല് വന്നാൽ അതിനെ ജബർ ചെയ്യുന്ന ഒരു സംഗതിയാണ് സഹവിന്റെ സുജൂദ്. സഹവിന്റെ സുജൂദ് എന്നറിയാം. ഒരാള് നാലാമത്തെ റക്അത്തിൽ അഞ്ചിലെ എണീച്ച് കുറച്ചുണ്ടെങ്കിൽ ഒരാൾ അറിയാണ്ട് സലാം കിട്ടിയിട്ട് പിന്നെയാണ് അറിഞ്ഞെങ്കിൽ നിസ്കരിച്ചിട്ട് സഹവിന്റെ സുജൂദ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. മറവി ആ മറവി രണ്ടരക്കാലത്തിൽ റസൂലുള്ളാഹി സലാം കിട്ടി. അപ്പൊ നിസ്കാരത്തിന്റെ ഇടയിൽ നല്ലായി രണ്ടരക്കാലത്താവും. അപ്പൊ ആണെന്ന് ചോദിക്കപ്പെട്ടു അഖുസിറത്തു സലാത്തൻ നസീത യാ റസൂലുള്ളാഹ്, എന്താ ദുഹർ നിസ്കാരം ഇന്ന് മുതൽ 2 അല്ലാഹു തീരുമാനിച്ചതാണോ അല്ല താങ്കൾ മറന്നുപോയതാണ്? ഞാനും മറന്നിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. എന്നിട്ട് അടുത്ത ആൾക്കാരോട് ചോദിച്ചു പറഞ്ഞാൽ ശരിയാണ്. എന്നോട് മനസ്സിലാക്കണം, നമുക്ക് സംഭവിച്ചു പോകുന്നത് അള്ളാഹിന്റെ റസൂലിനെ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മൾക്കുള്ള ആവശ്യത്തിന്. ആ അവസരത്തിൽ ഒരാൾ പറഞ്ഞ് ശരിയാണ് 2 റക്അത്താണ്, പിന്നെ സുജൂദ് ചെയ്ത്. അപ്പൊ എനിക്ക് സഹവിന്റെ സുജൂദ് ഇതിലുള്ള ഫലനെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുജൂദിന്റെ ഗത്തിൽ ചെല്ലേണ്ട ദിക്ർ തസ്ബീഹ് സാധാരണ ചെല്ലേണ്ടത് തന്നെയാണ്. സുബ്ഹാനഹു വ തആല പിന്നെ സുബ്ഹാനവല്ല യനാമു വലാ യസൂഹു, അതിലേക്ക് വലിയ ഒരു അർത്ഥം കാണുന്നില്ല മഹാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പോൾ ആ സുജൂദ് നമ്മൾ ചെയ്യുന്നത് ഈ നിസ്കാരത്തിൽ വന്നു പോയ തെറ്റിനെ ക്ലിയർ ആക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് റമദാൻ മാസത്തിൽ നോമ്പിന് അല്ലാഹു കുറവാക്കിയിട്ടുണ്ട്. നോമ്പ് നോക്കുന്നുണ്ട്. ഈ നോമ്പ് നോക്കുന്നതിന് പല തെറ്റുകൾ ഞങ്ങളിൽ വരുന്നു. നോമ്പിൽ എന്തിനെ സൂക്ഷിക്കണം? നാവിനെ സൂക്ഷിക്കണം. ഗീബത്ത് പറയാൻ പറ്റില്ല. നമ്മുടെ പള്ളിയിലേക്ക് വന്ന് ഒരു 4-5 ആൾക്കാർ വന്നിരുന്നാൽ അവിടെ തുടങ്ങുന്ന ആദ്യം ഗീബത്താണ്. അത് ഗീബത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കി നോക്കിയാൽ എന്താണത്? അത് ഇറച്ചി തിന്നൽ തന്നെയാണ്. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു ഇറച്ചി തിന്നൽ. നമ്മൾ ബിരിയാണി കഴിക്കില്ല, ബിരിയാണി കഴിച്ചാൽ ഇറച്ചി ഉണ്ടാവും പല്ലിന്റെ ഇടയിൽ. അപ്പൊ ആ ഇറച്ചി പല്ലിൽ ബിരിയാണി തിന്നുമ്പോൾ ചിക്കി പോയാ ഇതിനേക്ക് ഇസ്ലാം ശരീഅത്തിൽ നിയമം വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണോ അവിടെ ചെയ്യണം? എന്ത് മനസ്സിലാക്കണം? മനസ്സിലാക്കണം. തീപ്പെട്ടിന്റെ പൊള്ളിലോ മറ്റേ പൊള്ളിൽ ഇങ്ങനെ കുത്തിയിലെടുത്താൽ അതേ അവസരം നാവ് കൊണ്ടിട്ടാണ് എന്നാൽ അതിന്. അപ്പോ ഇറച്ചിനിക്കുള്ള ഒരു ചെറിയ കഷ്ടം പല്ലിന്റെ ഇടയിൽ ചിക്കിപ്പോയാൽ അതിലേക്ക് ശരീരത്തിൽ നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കരുതി കൂട്ടിട്ട് ഇറച്ചിന്റെ കഷ്ണത്തിൽ നിന്ന് ദൈവത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ വന്ന് ഒരു സ്ഥലത്ത് ഇരുന്നാൽ എല്ലാവരും കൂടി വിഷയം പറയുന്നത് ഏറ്റവും ദൈവത്തായിരിക്കും. അപ്പൊ ദൈവത്തെ ഒരു മാനവികാനായിട്ട് ആ ഇറച്ചി നിന്ന് പോലുള്ളത് അതുപോലുള്ളത് കാതിലെ കൂടി കേൾക്കേണ്ടത് ഖുർആനാണ്. ഇത് നമ്മളെന്താക്കുന്നത് റമദാൻ മാസത്തിന്റെ കാലത്ത് പോകുമ്പോൾ തന്നെ പാട്ടൊക്കെ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്തെന്ന് ആലോചിക്കണം. കണ്ണിനെ കൂടിയിട്ട് എന്താണ് നോക്കേണ്ടത്? ഉമ്മവാപ്പമാർ മുഖത്തിലേക്ക് നോക്കൽ, അതും വലിയ ബാധത്താണ്. ഉമ്മവാപ്പമാർ മുഖത്തിൽ നോക്കലുണ്ടായി. ഓളോടൊക്കെ സംസാരിച്ച് എല്ലാവരും പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഉമ്മപ്പെടും. ഞാൻ പോയി കേട്ടാ സാധനം വേണ്ടി നമ്മളോട് ഉമ്മവാപ്പമാർ മുഖത്തിലേക്ക് ഇങ്ങനെ നോക്കാനേ തോന്നില്ല. എങ്ങനെ പോയി റബ്ബിന്റെ ഇസ്സത്തിന്റെ മുന്നിൽ നമ്മൾ നിൽക്കും എന്ന് ആലോചിക്കണം.
ചെറിയ കാര്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ കണ്ണുകൊണ്ട് നോക്കേണ്ടത് ഉമ്മവാപ്പന്മാരെ പോകുന്ന നോക്കാം, കാബത്തിനെ നോക്കാം, ഖുർആൻ ഓതുന്നത് നോക്കാം, ഖുർആൻ അറിയുന്നതിന് അതിന്റെ കടലാസിനെ നോക്കിക്കൊണ്ടിരിക്കുക, ആലിമീങ്ങൾക്കുള്ള മുഖത്തിന് നോക്കാം, ഇതെല്ലാം. അപ്പൊ നമ്മളെന്ത് ചെയ്യുന്ന റമദാൻ മാസത്തിലേക്ക് പള്ളിയിറങ്ങിന് പോകുമ്പോൾ കയ്യിൽ കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് നോക്കുന്നത് കണ്ണാടുന്നത് എങ്ങനെ നിർത്തിയിരുന്നറിയും. കണ്ണിങ്ങനെ തിരിച്ചുകൊണ്ടുള്ളൂ, അതൊരു സ്പെഷ്യൽ. അത് അങ്ങനത്തെ ഒരു സാധനം അള്ളാഹു നമ്മൾക്ക് തന്നിട്ടുണ്ട്. ശരിയാണ്, അവിടെ ഒരു 10,000 ആൾക്കാരുണ്ട്, അതിന്റെ ഇടയിൽ ഒരു പെണ്ണ് നിന്നിട്ടുണ്ട്. ഇവിടെ ഒരു 1,00,000 ആൾക്കാരുണ്ടെങ്കിൽ ഇവരെല്ലാവരും കണ്ണും അവളുടെ. അതങ്ങനത്തെ ഒരു പ്രകൃതിയുടെ ഭാഗമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ കണ്ണില് ഖുർആനെയും ഉമ്മവാപ്പന്മാരെയും മുസാഫിനെയും ഇത് നോക്കുന്നതിന് മറ്റേ ഒന്ന് നോക്കുന്നത് ചില തെറ്റുകളാണ്. ഇതിനെല്ലാം ജബർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒന്നാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. ഈ ഫിത്ർ സക്കാത്ത്, എനിക്ക് ഫിത്ർ എന്നുള്ളത് ഒരു പറഞ്ഞതിന്റെ ഉദ്ദേശം ഉജൂബായ ഒരു കാര്യം കൊണ്ടിട്ടാണ്. അതുപോലെ തന്നെ മറ്റുണ്ടായ മുതലിലേക്കുള്ളയോ ഇതിന്റെ സക്കാത്ത് പോലല്ല. ഇത് ഫിത്ർ സക്കാത്ത് എല്ലാ ഓരോരുത്തരുടെ പേരും ഫർദാണ്. ഫർദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് എല്ലാ ഓരോരുത്തരുടെ മേലും അവന്റെയും അവന്റെ മക്കളെയും കുടുംബത്തിന്റെ ചെലവിനെ തൊട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ അവർ ഫിത്ർ സക്കാത്ത് കൊടുക്കും. ഇത് ഉജൂബാണ്. നമ്മളെല്ലാം മനസ്സിലാക്കി ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് എന്തിനു വേണ്ടി ഈ ഫിത്ർ സക്കാത്തിനെ തീരുമാനിച്ച അല്ലാഹു തആല? ഒന്ന് ഈ കാരണം കൊണ്ടിട്ട്, രണ്ടാമത് തസ്വിയത്തും ബൈനന്നാസ്, ജനങ്ങൾക്കുള്ള ഇടയിൽ ഒരുപോലെ ആയിരിക്കണം. അന്ന് ആരെങ്കിലും ഭക്ഷണം ഇല്ലാണ്ട് വേകാനോ അല്ലെങ്കിൽ വിശന്നിട്ടോ ഇരിക്കാൻ പാടില്ല. ഇതിനു വേണ്ടി അല്ലാഹു തആല പറഞ്ഞു. അത് എപ്പോ കൊടുക്കണം? പെരുന്നാൾ നിസ്കരിച്ച് പറഞ്ഞാൽ വെറുതെ കൊടുക്കില്ല. പൊതുവെ പറഞ്ഞ തന്നെ പെരുന്നാളിന് നിസ്കാരത്തിന് ശേഷം കൊടുത്താൽ സദഖത്തുൽ സദഖ, അത് സദഖ മാത്രം. ഫിത്ർ സക്കാത്ത് ആവണമെങ്കിൽ ഇതിന് മുമ്പായിരിക്കും. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കണം. അത് മഗ്‌രിബ് മാസം കണ്ടത് മുതൽ 2 ദിവസം മുന്തിച്ചാലും തിരക്കണില്ല. ആ മാസം കണ്ടത് മുതൽ ഫിത്ർ സക്കാത്ത് കൊടുക്കുക. ആർക്ക് കൊടുക്കേണ്ടത്? പള്ളിയിലത്തെ ഉസ്താദിന് ഒരു 4 കെട്ട് വലിയത് കൊടുക്കും. പെരുന്നാൾ പള്ളിയിലെ ഉസ്താദ് റമദാൻ മാസത്തിൽ ഒട്ടകം ചിക്കൻ എന്താക്കണം, ഭയങ്കരതായിട്ടുണ്ടാവും. മനസ്സിലാക്കണം. ഞാൻ റമദാൻ ദിവസത്തിൽ റംസാൻ വീട്ടിൽ കൊടുക്കാൻ പോയ അവസരത്തിൽ അടുത്ത ശമ്പളം ഉണ്ടോ? ഇത് കൊടുക്കേണ്ട ആർക്കും? ഫഖീർ മിസ്കിന്മാർക്ക്. ഫഖീർ മിസ്കിന്മാർക്ക് ഉണ്ടോ ഇല്ല എന്ന് നീ കണ്ടുപിടിക്കുന്നതിന്റെ പേര് കടമയാണ്. എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഈ കാര്യത്തിൽ. ഞാൻ ഇന്നലെ രാവിലെ ഒരു ചെക്കൻ എൻ്റെ അടുത്ത് കൊണ്ടു. അൽഹംദുലില്ലാഹ് അവൻ്റെയും അവൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലുള്ള ഹലാലായ ഉയർത്തിനപ്പോ ഭയങ്കര ആ കാര്യത്തിൽ എന്തോ ഒരു തോന്നൽ. അവൻ എന്നോട് പറയും, ഉസ്താദ് നിങ്ങളെ ഞാൻ നോക്കുന്നത് തമ്മിൽ വിളിച്ചാൽ വരില്ല, പറയുന്ന വാക്ക് മനസ്സിലാക്കും. നല്ല ആൾക്കാരാണ്. എന്താ തറാവിസ്കാരം. അതുകൊണ്ട് ഇന്ന് നമ്മുടെ വീട്ടിൽ നോക്കുറപ്പിക്കുന്നത്. അതുകൊണ്ട് ആ തുറപ്പിക്കുന്നതിന് മുമ്പ് ഏറ്റവും മിസ്കീനായ കുറച്ച് ഒരു പരക്ക് വൈദ്യുതിക്ക് അവർക്ക് വേണ്ടി എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ച ഒരാൾ മരിച്ചു. 3 മക്കളുണ്ട്, ഈ മക്കൾ. ആ 3 മക്കള് ഇന്ന് ഉപ്പ മരിച്ച വിഷമം കൊടുത്ത് നോക്കുക, തിന്നാൻ അത്താൻ വീട്ടുകാരനോ തുറക്കാനുണ്ടാവില്ല. അങ്ങനെ പോലെ കയ്യിൽ ഞാൻ സൈക്കിൾ കൊടുക്കുന്നത് അപ്പരകളെ കണ്ടില്ല. നോക്കുമ്പോൾ ആ പെണ്ണുങ്ങളെ കരച്ചൽ കണ്ടിട്ട് ഈ ചുങ്കൻ പോയിട്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കി നോക്കണം. റമദാൻ മാസം, രണ്ടാമത്തെ യതീം മക്കൾ, മിസ് ഫഖീർ, ഇദ്ദന്റെ കാലം മറലുള്ളത്. ആ കാലത്ത് ഒരു മനുഷ്യനിക്ക് ഒരു ഹെൽപ്പ് നമ്മൾ ചെയ്താൽ അതിലേക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തായിരിക്കും കൂടി മനസ്സിലാക്കുന്നു. ഒരു മറയിലിരിക്കുന്ന പെണ്ണുങ്ങൾ, മറ പറഞ്ഞല്ലേ ഭർത്താവ് മരിച്ചിട്ടാവുമ്പോൾ എനിക്ക് മറന്ന് പറയുമ്പോഴാണ്. അങ്ങനെയുള്ള ആ മറയിലിരിക്കുന്ന ആ പെണ്ണുങ്ങളെ കൂടെ ദുആ മതി.
ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ പോയി ഞാൻ അങ്ങനെ പെണ്ണുങ്ങളോട് സംസാരിച്ചു. ഇവനെ കുറച്ച് പൈസ കൊടുക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ മാസം 5 മുതൽ നിങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് വരേക്കും ഒരു സലീം സ്റ്റോറിൽ ഞാൻ ഏൽപ്പിക്കാം. മാസത്തിന് എത്ര? അപ്പോൾ അതേ ചെക്കനോട് പറഞ്ഞു, വേണ്ട സാർ, മാസം ഞാൻ അയച്ചോളാം. അപ്പോൾ ഇനിയും കൊടുക്കാനുള്ള നോക്കിയപ്പോൾ എന്നാലും രാത്രി ഭയങ്കര ആവശ്യമില്ല. ആലോചിച്ചു, ഇങ്ങനത്തെ ആൾക്കാർ ഉണ്ടല്ലോ എന്നാലും ഭൂമിയിൽ എല്ലാം ഞാൻ അങ്ങനെ എപ്പോഴും പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അവർക്കൊരു ഡ്രസ്സ് ഞാൻ കൊടുക്കുന്നു. അത് ഇന്ന് നമ്മൾക്കുള്ളവരുടെ ആ കുട്ടികളുടെ ഡ്രസ്സ് ഇല്ല. അത് വീട് കണ്ടാൽ ഉണ്ടാവും. 4 കൊല്ലം മുതൽ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനത്തെ ആ മിസ്റ്റിമാരെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കണം. അപ്പോൾ നീയും ഞാനും പണക്കാരും മിസ്റ്റിമാരും എല്ലാം ഒന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിന്റെ ഈ ഫിത്ർ സക്കാത്തിനെ വുജൂബാക്കിയത്. മനസ്സിലായോ? ആരെങ്കിലും കടയിലുണ്ടാവേണ്ടി വലിയ കൊടുക്കാനാളുണ്ട്. ഫിത്ർ സക്കാത്തുണ്ട്, അവിടെ വീട് എത്തിച്ചു തുടങ്ങി, ഞമ്മ എത്തിച്ചു കൊടുത്തോളാം. ഏത് സ്ഥലത്തേക്ക് തുടങ്ങി നമുക്കൊന്നും വേണ്ട കേട്ടാ. അപ്പൊ അങ്ങനെ എല്ലാം ഓരോരുത്തരും ഇങ്ങനെയുള്ള സാധുക്കളെ സംബന്ധിച്ച് ആലോചിച്ചെങ്കിൽ ഒരു ഇസ്രാഫ് ഞങ്ങൾക്ക് വരില്ല. കുറച്ചിങ്ങനെ തിന്ന ഒരു പാത്രത്തിൽ എന്തെല്ലാം സാധനം ഉണ്ടാവും. 1-2 പിന്നെ കാര്യമില്ല. നമ്മൾക്ക് പോയി ഉത്തരം പറയാൻ വേണ്ടി സാധിക്കും. പരലോകത്തിൽ ഞങ്ങൾക്ക് തീരുമാനം ഉണ്ട് എന്നുള്ള ഒരു അലാമത്തിൽ കാണുന്നില്ല. ചെറിയ വിഷയത്തല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എന്നുള്ള ഓരോരുത്തരോടും ഞാൻ പറയുന്നത്, നിങ്ങളെ വരന്റെ അടുത്തോ നിങ്ങളുടെ കുടുംബത്തിലോ ഉണ്ടായ സാധുക്കളെ കണ്ടു മനസ്സിലാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം കറി ഉണ്ടായിക്കൊള്ളു, കുറച്ച് കൂടുതൽ വെട്ടിച്ചിട്ട് നക്കണ്ടതി. എന്താ അപ്പുറത്തെ വീട്ടുകാരന് വന്നാൽ കുറച്ച് കറി കൊടുക്കാൻ വേണ്ടി. ഇതാണ് നമ്മളെല്ലാം ഓരോരുത്തർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. വലിയ കോളേജ് കെട്ടാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. എവിടെയും വലിയ പള്ളി കെട്ടാൻ വേണ്ടി ജീവിതത്തിൽ നമ്മൾ കുല്ലാഹാമത്തില്ല. എവിടെ നിസ്കാരിച്ചാൽ നിസ്കാരം സഹിയാവും. നിന്നോട് റബ്ബുൽ ഇസ്സത്ത് നാളെ പരലോകത്തിൽ ചോദിക്കുന്ന ചോദ്യം, മാ സലകകും ഫീ സഖർ ഖാലു ലം നകും മിനൽ മുസല്ലീൻ വലം നകും നുത്ഇമുൽ മിസ്കീൻ. പാപത്തിനവർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് ഇതിനെ ചോദിക്കുന്നു. വളരെ ജാഗ്രത ആക്കേണ്ടത്. നിങ്ങളുള്ള ഓരോരുത്തരും ജോലിക്ക് നിൽക്കുന്ന ആളാണെങ്കിലും ശരി, അതിനുള്ള പെർസെന്റേജ് നോക്കണ്ട. ഞങ്ങൾ തന്നതിൽ നിനക്ക് 1000 രൂപ കിട്ടിയാല് അതിന് 2 രൂപ ഡബ്ബിലിട്ട് ലഭിച്ചിട്ട് കൊടുത്തു. ഈ സിഗരറ്റ് വലിക്കുന്ന ആ പൈസ എന്തൊരു ആൾക്കാരെ സിഗരറ്റ് പിടിച്ച് ആ പൈസ ഡബ്ബിലിട്ട് എന്റെ മക്കൾ കൊടുപ്പിച്ചിട്ടുണ്ട്. വളരെ സൂക്ഷിക്കണം. വിടുമെന്നാരും വിചാരിച്ചു പോകണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഫിത്ർ സക്കാത്ത് എല്ലാ ഓരോരുത്തരും സാധുക്കളെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എത്തിക്കാൻ സാധിക്കില്ലെങ്കിൽ ഇവിടത്തേക്ക് നിങ്ങൾ എത്തിച്ചോടെ, ഞാൻ എത്തിച്ചു കൊടുക്കാം. 2 പുഷ്കത്തിന് വേണ്ടി കേട്ടാ. അതൊരു ഫിത്ർ സക്കാത്ത് കൊടുക്കും. അതൊക്കെ ഭയങ്കര വിഷമമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതിനോട് നമ്മൾക്കുള്ള മക്കളും ഒരു ദിവസം ഭക്ഷണം ഇല്ലാണ്ടായാൽ ഞാൻ എന്നെ പറയാം. ഒരു പ്രാവശ്യം എന്റെ മകൻ ദുബൈയിൽ പോയി എത്തിയ ആ ദിവസം ഭക്ഷണം കിട്ടിയില്ല. അദ്ദേഹത്തിന് ഒരു കഷ്ണം, അദ്ദേഹത്തിനല്ല നോമ്പ് തുറക്കാൻ ഒരു കഷ്ണം ആപ്പിൾ തിന്നിട്ട് അതുകൊണ്ട് നോമ്പ് തുറക്ക് എന്ന് പറഞ്ഞത് 3 കൊല്ലം മുമ്പ് പറഞ്ഞത് ഇന്നും എന്റെ കണ്ണിങ്ങനെ എന്റെ കണ്ണിന് ബുദ്ധിമുട്ടാതെ നിന്നു. എന്റെ മകൻ അങ്ങനെ ആയിപ്പോയല്ലേ. അപ്പൊ ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയം. വെറുതൊന്നും കൊണ്ടില്ല. വീടൊക്കെ നമ്മൾ ആ ദുനിയാവ് തീർന്നാൽ എന്ത് പഠിച്ചു ഇതിന്റെ അപ്പുറം ഉണ്ടോ? സൂക്ഷിക്കണം. നാളെ പരലോകത്തുള്ള നിങ്ങളുടെ കുടുംബക്കാർ എവിടെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും തേട്. നിന്റെ പൈസയൊന്നും ഒരംശം അവർക്ക് വെക്ക്. അല്ലെങ്കിൽ കുടുംബം വിചാരിച്ചുകൊണ്ടായിരുന്നു. ഞാൻ എന്റെ അതിന്റെ ഉള്ളുന്ന ബേജാറ് കൊണ്ട് ഞാൻ പറഞ്ഞത് അത്തരത്തോടെ വിഷമമുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, പിന്നെന്താണ് അല്ലാഹു തആല പറയുന്ന തക്ബീറിലോ തക്ബീർ ചെല്ലാൻ വേണ്ടി സുന്നത്തായിരിക്കുന്നുണ്ട്. എപ്പോഴും
മഗ്‌രിബിന്റെ മാസങ്ങൾ കണ്ടു മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എന്താ അർത്ഥം? അല്ലാഹ് വലിയവനാണ്, ഏറ്റവും വലിയ അല്ലാഹയാണ്, ഏറ്റവും അസ്വർ ഞാനാണ് എന്ന് മനസ്സിലാക്കി അല്ലാഹ് പറഞ്ഞത് വേണ്ട, ഞാൻ ചെറുതാണ് അല്ലാഹ് വലുതാണെന്ന് പറഞ്ഞത് പോകും. പിന്നെ അതിന്റെ സുന്നത്തിൽ പെടുന്ന നല്ല കുളിക്കൽ സുന്നത്തുണ്ടായിരുന്നു. സുന്നത്ത് നല്ല ഡ്രസ്സ് നിന്റെ എന്തായാലും ഉണ്ടെന്ന് മാത്രം കടം വാങ്ങിയിട്ട് ഡ്രസ്സ് ആ ഭാഗത്തിലെ പോലെ പിന്നെ അടുത്ത പിന്നത്തെ വല്ല അപ്പുറത്തേക്ക് പോലെ കടം വാങ്ങിയ ഡ്രസ്സ് ഉണ്ടായിരുന്നു. മൂസാ നബിയോട് അല്ലാഹു എന്ന് ചോദിച്ചു, എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? നിനക്ക് ഞാൻ നിസ്കരിച്ചു, അതൊക്കെ നിനക്ക് തന്നെ, എനിക്ക് ഡ്രസ് ഇല്ലാത്തവർക്ക് ഡ്രസ് കൊടുത്തോ? ഇല്ല. അങ്ങനെ ഡ്രസ്സല്ല നല്ലത്. പള്ളിയിലേക്ക് ഒരു പൈയിലെ കൂടി വന്നാൽ പിന്നെ ഒരു പൈയിലെ പോകാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. എന്താ കാരണം? മനസ്സിലാക്കണം, ഇസ്ലാമിയെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തിലെ കൂടി പോകുമ്പോൾ വരുമ്പോൾ കുറേ പീഡിയക്കാരനെ കണ്ടിന്, അവർക്കെല്ലാം അസ്സലാമു അലൈക്കും മുസാഫഹത്ത് ചെയ്തു ഇങ്ങനെ പോകും. പിന്നൊരു ഭാഗത്തിൽ പോകാൻ വേണ്ടി കൽപ്പിച്ചതിന് ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് സലാം പറയാനും പരിചയപ്പെടാനും പിന്നെ എനിക്ക് കുറെ മലക്കുകൾ വിഷയങ്ങൾ. അപ്പോൾ ആ നിലക്ക് പള്ളിയിലേക്ക് വരാം. എന്നിട്ട് കയ്യിൽ നിന്ന് മുന്നിട്ട് തർക്കമില്ല, അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക, കുറച്ചത് നോക്കാൻ വേണ്ടി സാധിപ്പിച്ച റബ്ബനി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ പിന്നെ 2 റക്അത്ത് നിസ്കാരം, 2 റക്അത്ത് നിസ്കാരം സാധാരണ നിസ്കരിക്കുമ്പോൾ, പക്ഷെ അതിന്റെ തക്ബീർ 7 തക്ബീർ, രണ്ടാമത്തെ 5 തക്ബീർ. അങ്ങനെ ആദ്യത്തെ തക്ബീർ ഇറാം സാധാരണ, പിന്നെ അതിന്റെ ഇടയ്ക്ക് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്ന് ചൊല്ലിയാൽ തരില്ല കേട്ടാ. ഇങ്ങനെ ഈ തക്ബീർ അതിന്റെ പറയുക 2 ഖുതുബയിൽ കേൾക്കുന്ന സുന്നത്താണ്. ഇത് നിസ്കാരങ്ങളിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പോകുന്നതാണ്. ഈ അടുത്ത് പോയിട്ട് ഈ ഖുതുബയെ കേൾക്കാണ്. നീ ആലോചിക്കണോ, കമ്മിൽ ബസയുസി വയുസ്ബിഹു ആമിന വഖദനു സിജത അഖഫാനുഹു വഹുവ ലാ യദ്രി. ഇത് ഖുതുബയിൽ ഞാൻ ബൈസിയിൽ ഉണ്ടാവില്ല. എത്ര ചെറുപ്പ ബാല്യക്കാരാണ് 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഖുതുബ കേൾക്കാൻ ഒരേട്ട് പോകുന്നത്. അവനെ അവിടെ തുണിക്കടയിൽ വന്നിട്ട് റെഡിയായിട്ട് വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല, അല്ലെങ്കിൽ ആ മയ്യത്ത് കുളിപ്പിക്കുന്ന ആ സ്ഥലത്തെ തുണി അവിടെ വെച്ചിട്ടുണ്ടാവും, നീ ഓർക്കുന്നില്ല. എത്ര വയസ്സ് മാറും. ഞാനൊക്കെ വയസ്സായി, പിന്നെ നോക്കുന്ന ഞാൻ കുറച്ച് ബാല്യക്കാരനാവാൻ വേണ്ടി ബെഡെല്ലാം കെട്ടിട്ട് സ്ഥാനമാണ് പോയി. അങ്ങനെയുള്ള ആ പദവിലേക്ക് പോകാനുണ്ട്. ഇത് ഇന്ന് നീ അസർ നിസ്കരിക്കുന്നെങ്കിൽ ഞാൻ മഗ്‌രിബ് നിസ്കരിക്കുന്നില്ല എന്നുള്ള കരുത്തോടുകൂടി നിസ്കരിക്കും. എന്നാലും എനിക്ക് എഴുതിയ പുസ്തക നാശമാണെന്ന് മനസ്സിലാക്കി പോകാണ്ടിരിക്കാൻ പറ്റും. അതുകൊണ്ട് 2 ഖുതുബയിൽ കേൾക്കണം, അത് സുന്നത്താണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യം, ഇങ്ങനെയുള്ള ഈ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യണം. ഫിത്ർ സക്കാത്ത് കൊടുക്കണം ആ കുട്ടികൾക്ക് വേണ്ടി. പിന്നെ ഇവിടെ റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കാൻ വേണ്ടി